അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തുക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ തുടങ്ങിയവരുടെ ചരിത്ര കഥകൾ പറയുന്ന നമ്മുടെ ചാനലിൽ കൂടെ നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്ര കഥയാണല്ലോ. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് നല്ലൊരു രാജാവായി തീരണമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അയാളുടെ പേര് ആമൂൻ എന്നാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ എല്ലാവിധ ഉപദേശങ്ങളും അനുസരിച്ച് പോരുന്ന അദ്ദേഹം ഇതെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ, എനിക്ക് സ്വന്തമായിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വല്ല ഉപദേശവും തരാൻ വേണ്ടി പറയണം എന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുകയും അദ്ദേഹം ആ ആഗ്രഹം ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയും ചെയ്തു. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ആഗ്രഹം അദ്ദേഹത്തിന് സാധിപ്പിച്ചു കൊടുത്തു. ആദ്യമായി ഇദ്രീസ് അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവാണ് നിനക്ക് ഈ അധികാരം നൽകിയിട്ടുള്ളതെന്ന ഓർമ്മയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. രണ്ടാമത്, പ്രജകൾക്ക് നീ നന്മ ചെയ്യണം, അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അന്യൻ്റെ ധനം ആഗ്രഹിക്കാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല. പിന്നെ ഏത് കാര്യത്തിനും തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം ഞാൻ സ്വന്തം എടുക്കുന്ന തീരുമാനം മതി എന്ന ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കണം, കൂടിയാലോചന നടത്തണം. വശാബിറുഹും ഫിൽ അംർ പറഞ്ഞതല്ലേ, പരസ്പരം കൂടിയാലോചന നടത്തണം, എന്നിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനമെടുക്കണം എന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാവിനോട് പ്രത്യേകമായി ഉപദേശം നൽകി. ആ ഉപദേശം ആ രാജാവ് സ്വീകരിച്ചു. അതിൻ്റെ പുറമെ നിയമങ്ങൾ വല്ലതും നടപ്പിലാക്കുകയാണെങ്കിൽ ആ നിയമത്തിൽ നന്മ ഉണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ അത് എഴുതി വെക്കുകയും എഴുതി വെച്ചത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട ശേഷം ജനങ്ങളിലേക്ക് അത് അറിയിക്കുകയും ചെയ്യണം എന്നും കർഷകരായിട്ട് പണിയെടുക്കുന്ന ആളുകളോട് നീതി പുലർത്തണമെന്നും അവർക്ക് പ്രോത്സാഹനം നൽകണമെന്നും കർഷകർ തകർന്നു പോയാൽ രാജ്യം തകർന്നു പോകുമെന്നും കർഷകരാണ് നിന്റെ ഖജനാവ് നിറക്കുന്നതെന്നും നീ എപ്പോഴും ഓർമ്മിക്കണം എന്നും ഉള്ള ഉപദേശം ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ രാജാവിന് നൽകുകയാണ്. അപ്പോൾ ആ രാജാവ് ഈ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെച്ചു. ലോകത്ത് ആദ്യമായി പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച, ലോകത്താദ്യമായി വസ്ത്രം തുന്നിയിട്ട് സ്വന്തം ശരീരത്തിലേക്ക് വസ്ത്രം ധരിച്ചിട്ട് ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്ത, സത്യനിഷേധികൾക്കെതിരെ ആദ്യമായി യുദ്ധം ചെയ്ത പ്രവാചകനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പല ഉപദേശങ്ങളും നമുക്ക് കേൾക്കാം. അതിൽപ്പെട്ട മറ്റ് ഉപദേശങ്ങൾ കൂടി നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുമെങ്കിൽ അത് പകർത്തിയെടുത്താൽ നമുക്കത് ഏറ്റവും വലിയ മുതൽക്കൂട്ടാകുമെന്ന കാര്യം നാം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുക. എന്താണ് ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? ആത്മാവിനെ ശുദ്ധിയാക്കണം, ആത്മാവിനെ ശുദ്ധിയാക്കി മാറ്റണം ഓരോ മനുഷ്യനും. അതേപോലെ ഒരാൾ നിന്റെ അടുക്കൽ വന്ന് വല്ലതും ചോദിച്ചാൽ ഒരിക്കലും തന്നെ ഇല്ല എന്ന വാക്ക് നീ പറയരുത്. വീണ്ടും പറയുകയാണ്, രാജാവിന് കൊടുത്ത അതേ കാര്യം തന്നെ പൊതുജനങ്ങളോട് പറയുകയാണ്. ഏത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും കൂടിയാലോചിച്ച് തീരുമാനം എടുക്കണം എന്ന കാര്യം പൊതുജനങ്ങളോട് പ്രത്യേകിച്ചും ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. തൗബ ചെയ്ത് ആരാധനകൾ മുറുകെ പിടിച്ച് വിജ്ഞാനം കരസ്ഥമാക്കി വിദ്യയെ സ്നേഹിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണം. ഒരു മനുഷ്യൻ്റെ അകവും പുറവും ഒരുപോലെയായിരിക്കണം. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്വഭാവം വെച്ച് പുറത്ത് മറ്റൊരു സ്വഭാവം കാണിക്കുന്ന ശൈലി ഒരിക്കലും നല്ലതല്ല. ഇത് എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആരെയും തമാശ രൂപത്തിൽ പോലും പരിഹസിക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ മറ്റുള്ളവരുടെ മുമ്പിൽ തമാശക്കാണെങ്കിലും പരിഹസിക്കുന്നത് ഒഴിവാക്കണം. പരിഹസിച്ചുകൊണ്ട് ഒരാളെയും ഒന്നും പറയാൻ പാടില്ല എന്നർത്ഥം. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊതുജനങ്ങളായ നമ്മോടടക്കം ഉപദേശിച്ച ഉപദേശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ
ഈ ഉപദേശത്തിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നത് മുഴുവൻ പകർത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിച്ച ഉപദേശങ്ങൾ അന്നത്തെ ജനങ്ങൾ അത് വില കൽപ്പിക്കുകയും ഉപദേശം സ്വീകരിച്ച് നല്ലവരായി ജീവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം കഴിഞ്ഞ ശേഷം വീണ്ടും കാബീലിൻ്റെ അനുയായികൾ വഴികേടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പിശാചിക്കളനുസരിച്ച് ഇസ്ലാമിൽ നിന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളൊക്കെയും ഒഴിവാക്കിയിട്ട് അതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ആ ജനതയുടെ അടുക്കലേക്കാണ് പ്രവാചകനായി മറ്റൊരു പ്രവാചകൻ വരുന്നത്, നൂഹ് നബി അലൈഹിസ്സലാം. ഇൻഷാ അല്ലാഹ് നൂഹ് നബിയുടെ ചരിത്രം നമുക്ക് തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.